Good morning, students. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Integral of dx by x cube into 1 plus x raised to 4 whole raised to 1 by 2 equals. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്ന് പറയും. നമുക്ക് ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. Integral of dx divided by x cube into ഇവിടെ നമ്മൾ 1 plus x raised to 4 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ശരിയാവില്ല. ഇവിടെ നമ്മൾ ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്യണം. അതായത് ഈ 1 plus x raised to 4 ലെ x raised to 4 നമ്മൾ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടണേ 1 by x raised to 4 plus 1 whole raised to 1 by 2. ഈ x raised to 4 whole raised to 1 by 2 എത്രയാണ് x square ആണ്. അപ്പോൾ ഇത് എങ്ങനെ വരും dx by x cube into x square എന്ന് പറഞ്ഞാൽ x raised to 5 into 1 plus 1 by x raised to 4 whole raised to 1 by 2. ഇനിയാണ് നമ്മൾ എന്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം 1 plus 1 by x raised to 4 നെ എന്ത് കൊടുക്കണം t എന്ന് കൊടുക്കണം. അപ്പോൾ -4 into x raised to -5 dx is equal to dt. അപ്പോൾ നമുക്ക് dx by x raised to 5 is equal to എന്ത് കിട്ടും dt by -4. നമ്മൾ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ dx by x raised to 4 ന് പകരം dt by -4 -1 by 4 പുറത്ത് എഴുതുന്നു dt divided by ഈ 1 plus 1 by x raised to 4 ന് പകരം t എന്ന് കൊടുക്കുന്നു. അപ്പോൾ t raised to 1 by 2. That is -1 by 4 integral t raised to -1 by 2 dt. That is -1 by 4 t raised to -1 by 2 integrate ചെയ്യുമ്പോൾ t raised to -1 by 2 plus 1. അപ്പോൾ 1 by 2 by 1 by 2. 4 ഉം 2 ഉം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ -1 by 2 into root of t എന്ന് പറഞ്ഞാൽ എന്താണ് 1 plus 1 by x raised to 4 ആണ്. 1 plus 1 by x raised to 4. ഇനി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -1 by 2 root of x raised to 4 plus 1 divided by x raised to 4. എന്ന് പറഞ്ഞാൽ എന്താണ് -1 by 2 x square -1 by 2 x square root of 1 plus x raised to 4 plus 6. ഓപ്ഷൻ ഏതാണ് ശരി ഓപ്ഷൻ A is the correct answer. -1 by 2 x square into root of 1 plus x raised to 4 plus 6 എന്ന ആൻസർ. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ 1 plus 1 by x raised to 4 equal to t എന്നാണ് കൊടുക്കട്ടെ. അത് എങ്ങനെയാണ് കിട്ടണേ ഈ 1 plus x raised to 4 ൽ നിന്ന് നമ്മൾ x raised to 4 നെ പുറത്തേക്ക് എടുക്കും. 1 plus x raised to 4 x raised to 4 പുറത്തെടുത്ത് കഴിയുമ്പോൾ ഈ x raised to 4 ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ x സ്ക്വയർ ആണ്. അപ്പോഴാണ് x raised to 5 വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുക 1 plus 1 by x raised to 4 ന് t കേട്ടോ. അങ്ങനെ കൊടുത്താലാണ് നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതിയെടുത്തോളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് പ്രത്യേകം ഓർത്തിരിക്കുക. സാധാരണ നമ്മൾ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ അതിലുള്ള ഒരു ഫംഗ്ഷനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ആ ഫംഗ്ഷൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ കൊടുക്കാനായിട്ട്. അതിന് x raised to 4 നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. എടുത്തു കഴിയുമ്പോൾ x ക്യൂബ് എന്തായിട്ട് മാറും x raised to 5 ആവും. അതിനുശേഷം 1 plus 1 by x raised to 4 t കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to 2 pi cosec raised to 7x dx is equal to കണ്ടുപിടിക്കും. ഓപ്ഷൻ എ എത്രയാണെന്ന് നിൽക്കുന്നത് 0, ഓപ്ഷൻ ബി എത്രയാണെന്ന് നിൽക്കുന്നത് നമുക്ക് 1, ഓപ്ഷൻ സി എത്രയാണെന്ന് നിൽക്കുന്നത് 4, ഓപ്ഷൻ ഡി എത്രയാണെന്ന് നിൽക്കുന്നത് 2 pi. ഇങ്ങനെ 4 വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലേത് വാല്യൂ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാനായിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി എന്താണ് ഇന്റഗ്രൽ 0 to 2a f of x dx. f of x dx എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആൻസർ 2 times 0 to a f of x dx. f of x f of 2a minus x f of 2a minus x എന്ന് പറഞ്ഞാൽ f of x ആവും. ഇന്റഗ്രൽ 0 to 2a f of x dx എന്ന് പറഞ്ഞാൽ 2 times 0 to a f of x dx if f of 2a minus x is equal to f of x. f of 2a minus x f of x ആണെങ്കിൽ ഇതിന്റെ ആൻസർ 2 times 0 to a f of x dx ആയിരിക്കും. ഇത് 0 വരുന്നപ്പോഴാണ് 0 if
f of 2a minus x എന്ന് പറഞ്ഞാൽ that is equal to minus f of x. മൈനസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണ്ടേ? ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of x എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? cosec raised to 7x ആണ്. cosec raised to 7x. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിലെ f of 2a minus x കണ്ടുപിടിക്കാം. 2a minus x. 2a minus x എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 2π അല്ലേ? 2π minus x കണ്ടുപിടിക്കാം. 2π minus x എന്ന് പറഞ്ഞാൽ എന്താണ്? cosec raised to 7 x ന്റെ സ്ഥാനത്ത് നമുക്ക് കൊടുക്കാം 2π minus x. cosec 2π minus x എന്ന് പറഞ്ഞാൽ എന്താണ്? cosec അതിന്റെ cosec തന്നെയായിരിക്കും. ഇതിന്റെ ആൻസർ cosec x. 2π minus x എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് ആണ്? ഫോർത്ത് ക്വാഡ്രന്റ്. ഫോർത്ത് ക്വാഡ്രന്റ് cosec എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് cosec raised to 7x. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? മൈനസ് f of x. കണ്ടോ? f of x എന്നുള്ളത് cosec raised to 7x ആണ്. f of 2 minus x എടുത്ത് 2π minus x എടുത്തപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? മൈനസ് f of x. അപ്പൊ മൈനസ് f of x കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പറയാം ഈ പ്രോപ്പർട്ടി അനുസരിച്ച് therefore integral 0 to 2π cosec raised to 7x dx is equal to ഇതിന്റെ ആൻസർ എന്താണ്? 0 ആണ്. നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ആൻസർ 0 ആണ്. ഓപ്ഷൻ എ is the correct answer. ഓപ്ഷൻ എ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ കേട്ടോ. വേറെ നോട്ട് ചെയ്തെടുത്തോളൂ. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ഇന്റഗ്രൽ 0 to 2a ലോവർ ലിമിറ്റ് 0 അപ്പർ ലിമിറ്റ് 2a f of x dx എന്ന് പറഞ്ഞാൽ 2 times 0 to a f of x dx if f of 2a minus x is equal to f of x. 0 if f of 2a minus x is equal to minus f of x. കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ കിട്ടും. ഇവിടെ ആൻസർ എന്താണ്? ഇവിടെ നമുക്ക് f of 2π minus x കിട്ടുന്നത് എന്താണ്? മൈനസ് f of x ആണ് കിട്ടുന്നത്. അങ്ങനെ മൈനസ് f of x കിട്ടുന്നതുകൊണ്ട് we can say that given answer is 0 എന്നാണ് ആൻസർ. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ്. ഡെഫിനിറ്റ് പ്രോപ്പർട്ടിയാണ്. എല്ലാവരും എഴുതി എടുത്തോട്ടോ.